ഹലോ. അപ്പൊ ഇന്നലെ നടന്ന സമ്മേളനത്തില് സുരേഷ് ഗോപി ഒരു ഗംഭീര പ്രസംഗമൊക്കെ നടത്തി. സുരേഷ് ഗോപി അപ്പൊ അതിനകത്ത് പ്രസംഗം നടത്തുമ്പോൾ എല്ലാവരും വളരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഈ പല യൂട്യൂബേഴ്സ് നടത്തിയ ഒരു അവലോകനത്തിൽ ഞാൻ കണ്ടു. സുരേഷ് ഗോപി ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഷൈൻ ചെയ്ത് പുള്ളിക്കാരൻ പറഞ്ഞ് ശരിയാണ് അങ്ങനെ കൊണ്ട്. പക്ഷെ എനിക്ക് അതിനോട് അത്ര വലിയ യോജിപ്പില്ല. കാരണം സുരേഷ് ഗോപി പറയുന്നുണ്ട് ഇത് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, ഒത്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതിനകത്തുള്ള ഈ പുഴുക്കുത്തുകൾ മാറ്റണം. കാരണം ഇനിയും അമ്മ മുന്നോട്ട് വരുമ്പം അമ്മയുടെ പ്രഥമ സ്ഥാനത്ത് വരുന്ന ഈ പീഡന പരാതികളിൽ മെയിനായിട്ടിരുന്ന ആൾക്കാരൊക്കെ തന്നെ അവരുടെ പുതിയ പൊസിഷനിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെ അവരെ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും വരുന്നത്. പിന്നെയും പിന്നെയും ഈ പഴയ രീതി തന്നെ തുടരാൻ നല്ല ചാൻസ് ഉണ്ട്. അതായത് സിനിമയിലുള്ള പെൺകുട്ടികളെ അല്ലെ സ്ത്രീകളെ വളരെയധികമായിട്ട് ലൈംഗികമായിട്ട് സെക്ഷലി ഹരാസ് ചെയ്യുന്ന ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്ക് വീണ്ടും ഇത് തുടർന്നു പോകും. ഇതിനൊരു മാറ്റം വരണം. അങ്ങനെ നല്ല രീതിയിൽ പറയാനാണെങ്കിൽ അങ്ങനെ പറയണം സുരേഷ് ഗോപി. എന്തെങ്കിലും ന്യൂനതകളോ കുറവുകളോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കണം. 1998 ശേഷം ഈ സംഘടനയിൽ സന്നിഗ്ധ ഘട്ടങ്ങളിൽ മാത്രമാണ് ഞാൻ 3 തവണയാണ് ഇന്നസെന്റ് ഏട്ടൻ വിളിച്ചു പറഞ്ഞ് ഏഷ്യാനെറ്റിലെ ശ്രീ മാധവൻ വിളിച്ചു പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഐക്യദാർഢ്യം ഞാൻ അറിയിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ പശ്ചാത്താപമൊന്നുമില്ല. പക്ഷെ മുന്നോട്ടുള്ള വഴിയിൽ ശക്തമായിട്ട് നിങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ ഉണ്ടെന്ന് മാത്രം ഇവിടെ നിന്ന് അറിയിച്ചുകൊണ്ട് എല്ലാം നന്നായിട്ട് മംഗളമായി ഭവിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എ കുത്ത് എം കുത്ത് എം കുത്ത് ഇത് അവന്മാരുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി, ഞങ്ങൾക്ക് അമ്മയാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. അമ്മ സംഘടന അയക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അവരുടെ അമ്മയുടെ മക്കളൊക്കെ ഒരു സഹോദരന്മാരും അങ്ങനെയാണല്ലോ. അമ്മയുടെ മക്കളൊക്കെ ശരിക്കും സഹോദരങ്ങളാണല്ലോ. അപ്പം അങ്ങനെ സഹോദരങ്ങൾ പെരുമാറുന്ന പോലെ തന്നെ പെരുമാറണം എന്നുള്ള ഒരു ആഹ്വാനം കൂടെ കൊടുക്കേണ്ടതായിരുന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിയല്ലേ? കാരണം അമ്മയുടെ മക്കളെല്ലാം സഹോദരങ്ങളാണ്. സഹോദരങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അല്ലേ? ഒരിക്കലും ഉണ്ടാകുകയില്ലാത്ത കാര്യങ്ങളാണ് സഹോദരന്മാർ തമ്മിൽ ഇങ്ങനെ. അപ്പം സഹോദരൻ സഹോദരിയെ പീഡിപ്പിക്കാൻ പോകുമോ? സഹോദരൻ സഹോദരിയെ ഉപദ്രവിക്കാൻ പോകുമോ? അല്ലെങ്കിൽ വാക്കിക്കൂടിയാണെ പോലും ഒരു അശ്ലീല വർത്താനം പോലും പറയുമോ? ഇല്ലല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു നിലപാടിലേക്ക് മാറണമെന്ന് കൂടി ആഹ്വാനം ചെയ്യേണ്ടതായിരുന്നു. അത് ആണ് എൻ്റെ ഒരു അഭിപ്രായം. അതിലാണ് എനിക്കൊരു വിയോജിപ്പുള്ളത്. ആ കാര്യത്തെക്കുറിച്ചൊന്നും ഒരു അഭിപ്രായം നടത്തിയതായിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ അമ്മ സംഘടന നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് അവരുടെ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരും ഒരമ്മയുടെ മക്കളായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാവരുടെയും വെൽബീയിങ് ഈക്വലായി പരിഗണിച്ചുകൊണ്ട് പുരുഷന്മാർ 1ാം കിട സ്ത്രീകൾ 2ാം കിട എന്നുള്ള നിലപാട് മാറ്റി വെച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരു കുറ്റവും പറയാനില്ല. പക്ഷേ നമുക്കറിയാം ഈ അടുത്ത കാലത്താണ് ഒത്തിരി പീഡന കേസുകളും അപവാദങ്ങളൊക്കെ പ്രചരിച്ചത്. അപ്പോൾ അതിനകത്ത് കുറേയൊക്കെ സത്യമാണ്, കുറേയൊക്കെ സത്യമല്ല എന്നറിയാമെങ്കിലും ഒരു കാര്യത്തിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു നിയമപരമായ ഒരു പിന്തുണയൊന്നും ആർക്കും കിട്ടിയില്ല. എല്ലാം ഇങ്ങനെ ഒരു ഒരു ശരിയായ രീതിയിലുള്ള അന്വേഷണത്തിന് പോലും വിധേയമാകാതെ എല്ലാം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചില കാര്യങ്ങളൊക്കെ ചുമ്മാ കെട്ടിച്ചമച്ചാന്ന് പറയുന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ വളരെയധികം സത്യസന്ധമായ കാര്യങ്ങളാണ്. ഇപ്പം നമുക്കറിയാം ഈയിടെ സാന്ദ്ര തോമസ് തന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വരെ ഇങ്ങനെ ലൈംഗിക രീതിയിലുള്ള അത് ഡബിൾ മീനിങ് ഉള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലായിട്ടുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഭാവങ്ങളോ ഒക്കെ നേരിടേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ വളരെയധികം ഇപ്പം സ്വന്തം അത് അമ്മയുടെ മക്കള് ആങ്ങളെയും പെങ്ങളുമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യവും വരികയില്ല. വരാതെ തന്നെ ഇതിന് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മൾ ആർക്കും പൊതുജനങ്ങൾ ആർക്കും
ഈ അമ്മ സംഘടന നശിച്ചു പോകണമെന്നോ സിനിമാ ഫീൽഡ് നശിച്ചു പോകണോ അങ്ങനെയൊന്നും ആഗ്രഹമില്ല അല്ലേ. പക്ഷെ അവിടെ സ്ത്രീകൾക്കും സേഫായി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ഇതാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും ഒരു എന്നാ അഭിപ്രായം പറയാതെ പഴയ ഇതിൻ്റെ തലപ്പത്ത് ഇരുന്നൂറ് തന്നെ തിരിച്ചു വരും എന്നുള്ള രീതിയിലാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അപ്പോൾ ആ പഴയ രീതിയിലുള്ള പഴയ ആൾക്കാർ തന്നെ ഇതിൻ്റെ തലപ്പത്തേക്ക് തിരിച്ചു വരുമ്പോൾ പഴയ രീതിയിലുള്ള പിന്നെ ആ പെരുമാറ്റ രീതികളും കൂടെ പിന്തുടരുമോ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റാത്തത്. അതുപോലെ തന്നെ പിന്നെ സ്ത്രീകളുടെ സംഘടനയായ WCCയെ ഒരുമാതിരി കുത്തി പറയുന്നത് പോലെയും പറഞ്ഞു. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. AMMA എന്ന് പറയുന്നവർ പിന്നെ അവരെ ഒരു ആക്ഷേപിച്ചുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു സംഘടന നല്ലതാണ് അല്ലേ. അവർക്ക് എന്തെങ്കിലും പിന്നെ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം 100% അവർ ശരിയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണമെങ്കിൽ എന്തൊരു ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ചെല്ലാനൊരു ഇടമുണ്ടല്ലോ. അങ്ങനെ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇത് അമ്മ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. അമ്മയുടെ മക്കളും സഹോദരന്മാരും സഹോദരിമാരുമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.